ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കാണില്ലേ ബാത്റൂമിൻ്റെ ചേറ് എങ്ങനെ പെട്ടെന്ന് ക്ലിയർ ആക്കാൻ നോക്കാം. ഇത് ഇത്രയും ചേറ് പിടിക്കാൻ കാരണം ഞാൻ ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു 2 ആഴ്ചയിലധികമായിട്ട് ചുമരൊന്നും കഴുകിയിട്ടില്ല. അതാണ്. അപ്പോൾ പിന്നെ നല്ലതായിട്ട് ചേറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അതിനെന്താ ഈ ലിക്വിഡ്, സോപ്പിൻ്റെ ലിക്വിഡ് ഇത്രയും മതി. അത് നമ്മളൊരു വെള്ളത്തിൽ ഇങ്ങനെ ചാലിച്ച് അത് ചുമരൊന്ന് നനച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഒരു സ്ക്രബ്, നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി വാങ്ങുന്ന ഈ ഒരു സ്ക്രബ് മതി. ഇത് ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുക്കി ബ്രഷ് ഇട്ട് ഇറക്കിയ ഒന്നും വേണ്ട, കഴുകി പെട്ടെന്ന് പോയി കിട്ടും. കണ്ടോ? അപ്പോൾ അതൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ടൈല് നമുക്കിങ്ങനെ ക്ലിയർ ആക്കി പോകാം. ബ്രഷായിട്ടാകുമ്പോൾ ചിലപ്പോൾ ഈ സൈഡത്തെ ഈ ഗ്രൗട്ടൊക്കെ അത് പോകുമ്പോൾ ടൈലിളകാനും ടൈല് പെട്ടെന്ന് നാശമാകാനൊക്കെ എൻ്റെ ടൈലൊക്കെ ഒരുപാട് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ബ്രഷിട്ട് നല്ലോണം കുറച്ച് കഴുകലായിരുന്നു. ഇപ്പോൾ കാണിച്ചത് കണ്ടില്ല എത്ര പെട്ടെന്ന് അവിടെ ക്ലിയർ ചെയ്തതുണ്ട്. അവിടെ കഴുകിയിട്ടില്ല. കഴുകിയ സ്ഥലം ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരുപാട് വരയ്ക്കൊന്നും വേണ്ട. ഞാൻ മൊബൈൽ ഇങ്ങനെ പിടിച്ച് കാണിച്ചതാണ്. അത് 5-10 മിനിറ്റ് മതി. പെട്ടെന്ന് കഴുകി ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. പിന്നെ നെല്ലൊക്കെ കഴുകണമെങ്കിൽ നമുക്ക് കൊയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ കാലുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ബ്രഷ് ഇട്ട് ആക്കി അതൊന്നും വേണ്ട. പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കപ്പോയിൻ്റെ ഉള്ളിൽ പിടിച്ചെടുക്കണേ. ഈ ചേറൊക്കെ നന്നായിട്ട് പോകും. ഒരു ദിവസം നമ്മൾ കഴുകാതിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്ന പെട്ടെന്ന് ഇതവിടെ നിന്ന് വെള്ളമൊഴിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായിട്ട് ക്ലിയറായി. സൈഡിലൊക്കെ നല്ലോണം ഉണ്ട്. അതൊക്കെ ഒന്ന് പിടിച്ച് വരച്ച് കൊടുക്കാം. പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ബാത്റൂം ക്ലീനിങ് മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് കഴുകിയപ്പോഴത്തേക്ക് തന്നെ പോയി. ബ്രഷ് ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഗ്രൗട്ട് പോയിട്ട് എവിടെ കണ്ടില്ല, രണ്ടാമത്തെ ഞാൻ വെളിച്ചെണ്ണ തേച്ചെടുത്തത്. ഗ്രൗട്ട് പോയിട്ട് അവിടെയൊക്കെ ഗ്യാപ്പ് വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഓരോ ജന്തുക്കൾ വരും. അപ്പം അതെ നല്ലോ ഒക്കെ നന്നായിട്ട് ക്ലീനായിട്ടുണ്ട്. ലേശൊരു ലൈറ്റ് കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ക്ലിയറായിട്ട് ഇങ്ങോട്ട് വരാത്തത്. പിന്നെ ഇനി ഓരോ ടൈലെടുത്ത് നോക്കുകയാണെങ്കിലും നല്ല ക്ലീനായിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇതൊക്കെ പൊട്ടിയത് ടൈലൊക്കെ ബ്രഷ് ഇട്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്രൗട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചവിട്ടുമ്പോൾ പൊട്ടി ഇതായതാണ്. അതിന് ശേഷമാണ് ഞാൻ ബ്രഷ് ഒഴിവാക്കി ഇങ്ങനെ കഴുകാൻ നോക്കിയത്. അപ്പോൾ പിന്നെ പണി എളുപ്പമായി, പെട്ടെന്ന് വൃത്തിയാവുകയും ചെയ്യും. ഇത് പുറത്തെ ബാത്റൂം ആയത് കാരണം എണ്ണയും തൈലവും ഒക്കെ തേച്ചുള്ള കുളി കാരണം പെട്ടെന്ന് ബാത്റൂം അഴുക്ക് പിടിക്കും. അപ്പം പിന്നെ പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റിയൊരു ഇതുമ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കുളിക്കുമ്പം ഒന്ന് കാലുകൊണ്ട് ഇങ്ങനെ നോക്കി ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ തറയൊക്കെ. പക്ഷെ ചുമരാകുമ്പം പിന്നെ